തിരുവനന്തപുരത്ത് നവകേരള സദസ്സിനെതിരായ ബി.ജെ.പിയും യുവമോർച്ചയും നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു യുവമോർച്ച മാർച്ച്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവകേരള സദസ്സ് സംഘാടക സമിതി സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ബി.ജെ.പിയുടെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ശ്രീകാര്യത്ത് മുഖ്യമന്ത്രിക്കെതിരെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. നവകേരള സദസ്സിന്റെ അവസാന ദിവസം ബി.ജെ.പി പ്രതിഷേധത്തിനും തലസ്ഥാനത്ത് കുറവുണ്ടായില്ല. യുവമോർച്ച നേതൃത്വത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച്. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണ പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമായി. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾക്ക് നേരെയും യുവമോർച്ച പ്രവർത്തകർ ടയറെറിഞ്ഞു. എം ജി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. എം ജി റോഡ് ഉപരോധിച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പൂജപ്പുര സരസ്വതി മണ്ഡപം നേമം മണ്ഡലം നവകേരള സദസ്സ് സംഘാടക സമിതി ഓഫീസാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബി.ജെ.പി സമരം. നവകേരള സദസ്സ് വേദിയിലേക്ക് നടത്തിയ മാർച്ച് 1 കിലോമീറ്റർ അകലെ പോലീസ് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച് പ്രതിഷേധം തുടർന്ന പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പൂജപ്പുര കൽമണ്ഡപം സംഘാടക സമിതി ഓഫീസാക്കിയതിനെതിരായ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.